എനിക്ക് സത്യം പറഞ്ഞ അതെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തില് നല്ല പണി കിട്ടി. ഇടൊക്കെ ആലോചിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ലൈക് ഞാൻ ഇവിടുന്ന് അങ്ങനെ പുറത്ത് വന്നത് അതെങ്ങനെയാ കംപ്ലീറ്റ് ചെയ്തേന്നൊരു തോട്ടൊക്കെ ഉണ്ട് ചിലതൊക്കെ. നമുക്ക് കല്യാണത്തിന് പോകുമ്പോ ഒരു ഫീൽ ഉണ്ടാവണം, ഒരു ഫീൽ ഉണ്ടാവണം, എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഒരു ഫീൽ ഉണ്ടാവണം എന്നായിരുന്നു. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യാൻ. റിങ്ങിന്റെ നമ്മൾ ഒന്ന് വെറൈറ്റി ആക്കാൻ നോക്കിയതാണ്. റിങ് പ്ലാറ്റിനം ആക്കി. എന്റെ പ്ലാറ്റിനം റിംഗ് ആണ് ഇത് കാണുമെന്ന് അറിയില്ല. അതൊരു പ്രൈവറ്റ് സ്പേസ് ആണത്. അപ്പൊ ആ പ്രൈവറ്റ് സ്പേസ് ഫുള്ള് നമുക്ക് എടുക്കാം. പിന്നെ വേറെ ആരും അവിടെ വരില്ല. നമ്മുടെ ഫാമിലി പിന്നെ നമ്മുടെ കല്യാണം അത്രേ ഉള്ളൂ. നമ്മൾ തന്നെ അടിച്ചു പൊളിക്കാം. നല്ല ആംബിയൻസ്, അടിപൊളിയായിട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് ചെയ്യാം. നല്ല ഇവന്റ് ഒക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല പൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അത് റെഡിയായോ? റെഡിയായോ? മുടിയൊക്കെ സെറ്റ് ചെയ്തോ? ഞാൻ മുടി സെറ്റ് ചെയ്യട്ടെ. ഓക്കെ അപ്പൊ തുടങ്ങല്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യെസ്, നമ്മളിപ്പോ ഓൺ ദ വേ ടു കൊച്ചി, കോഴിക്കോട് ടു കൊച്ചി ഒരു ട്രാവലിംഗിലാണ് നമ്മളിപ്പോ. പൊക്കോണ്ടിരിക്കുക അങ്ങോട്ടേക്ക്. നമ്മള് കോഴിക്കോട് പരിപാടി എല്ലാം തീർത്ത് നമ്മള് ഇറങ്ങി. മോർണിംഗ് ഒരു 11:30 ആയില്ലേ, 11:45. നമ്മളിപ്പോ ഹൈവേയിലെത്തി. NH46 അല്ലല്ലോ, NH66. ഓക്കെ, മാറിപ്പോയി, NH66. അപ്പൊ ഇനി ഒരു 60 കിലോമീറ്റർ അങ്ങോട്ടേക്കുള്ള ഹൈവേയിൽ നമ്മൾ കത്തിക്കാൻ പോകുന്നു വണ്ടി. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് ഓർത്ത് അല്ലേ? അതെ, നമ്മുടെ വെഡിങ് സ്റ്റോറിയാണ് ഇന്നത്തെ വ്ളോഗ്. യെസ്, സ്റ്റോറി. ഇന്നത്തെ മെയിൻ വ്ളോഗിലെ കണ്ടന്റ് നമ്മുടെ വെഡിങ് സ്റ്റോറിയാണ്. നമ്മളെ വെഡിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു, എന്തൊക്കെ ചെയ്തു, എങ്ങനെയെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെ നമ്മളൊരു ഇന്റിമേറ്റ് വെഡിങ് പ്ലാൻ ചെയ്തു, ഇത് പെർഫെക്റ്റ് ഒരു ഇന്റിമേറ്റ് വെഡിങ് കം ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു, അതെങ്ങനെ നമ്മള് കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പറയാന്ന് ഓർത്തത് അല്ലേ? അതെ. അപ്പൊ അതാണ് മെയിൻ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ മേ ബി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതുപോലെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മേ ബി വെഡിങ് ഇതുപോലെ ഇന്റിമേറ്റ് വെഡിങ്ങോ ഡെസ്റ്റിനേഷൻ വെഡിങ്ങോ പ്ലാൻ ചെയ്യുന്നവർക്ക് മേ ബി യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. അപ്പൊ കണ്ടോണ്ടിരിക്കുക. മേ ബി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ഇതുപോലത്തെ പ്ലാൻ ചെയ്യുന്നവർക്ക്, ആൾക്കാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? പവറാക്കി സൈഡൊക്കെ ആലോചിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ലൈക് ഞാൻ ഇവിടുന്ന് അങ്ങനെ പുറത്ത് വന്നത് അതെങ്ങനെയാ കംപ്ലീറ്റ് ചെയ്തേന്നൊരു തോട്ടൊക്കെ ഉണ്ട് ചിലതൊക്കെ. നമ്മളൊരു ട്രഡീഷണൽ ഒരു വെഡിങ്ങിന്ന് നമുക്ക് മാറ്റിയിട്ട് നമ്മളായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് വെഡിങ് പ്ലസ് നമ്മുടെ ഇഷ്ടത്തിനുള്ള വെഡിങ്, നമ്മുടെ വെഡിങ് അല്ലേ. അപ്പൊ നമ്മൾ തന്നെ അതിൽ ഹാപ്പി ആവുന്ന പോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാ മാക്സിമം നമുക്ക് പ്ലാൻ ചെയ്യാൻ നമ്മൾ നോക്കിയത്. ഒരു ഫാമിലി വേണം, പക്ഷെ എന്നാലും അത് നമ്മുടെ പരിപാടി ആയിരിക്കണം. ഫാമിലി മാത്രമായിട്ടുള്ള ഒരു പരിപാടി എന്താ പറയാ, ഇപ്പത്തെ വെഡിങ്ങിന് ഇപ്പോ ഹിന്ദു വെഡിങ്ങിന് കുറച്ച് ട്രഡീഷൻസ് ഉണ്ട്. അത് ക്രോസ് ചെയ്ത് ആരും കൂടുതൽ പോവാറില്ല. നമ്മൾ എന്തായാലും ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്തിട്ടല്ല ചെയ്തത്. നമുക്കതിൽ എന്തൊക്കെ ഇഷ്ടമുണ്ട്, അതായത് നമ്മളൊരു കോൺസെപ്റ്റിനെ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയാ അത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് മാത്രം വെച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ വെച്ചിട്ട് ഒരു കല്യാണമാണ് നമ്മൾ നടത്തിയത്. അപ്പൊ അത് നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് തുടങ്ങാം. നമ്മളെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് നമ്മളെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മള് ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത് എങ്ങനെയാന്ന് വെച്ചാ അതെങ്ങനെയാ പറ. ഫസ്റ്റ് എന്താ, എനിക്ക് എന്റെ വെഡിങ് കുറച്ചൊരു ഇന്റിമേറ്റ് വെഡിങ് ആണ് വേണ്ടത്. ഇന്റിമേറ്റ് ഇൻ ദ സെൻസ് വെരി ഇന്റിമേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഒരുപാട് സ്പെൻഡ് ചെയ്ത ഒരു വെഡിങ് വേണ്ടെന്നായിരുന്നു എന്റെ ഒരു പ്ലാൻ. പക്ഷെ ഇവൻ കാരണം അതെല്ലാം അത് ആ പോയിന്റ് ഞാൻ ഇടുന്നില്ല. സോ എനിക്ക് എന്തായാലും ആൾക്കാരെ എണ്ണം കൂട്ടി ആ ഒരു ദിവസം ഭയങ്കര എന്താ പറയാ റഷ് ആക്കേണ്ട ഇത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ മൈൻഡിലുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല് ഫാമിലിനെ മാത്രം വിളിച്ചിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിന്ന് ഒരു കല്യാണം നടത്തിയിട്ട് ബാക്കി എന്റെ ലൈഫ് അടിച്ചു പൊളിക്കാന്നുള്ളതായിരുന്നു എന്റെ വെഡിങ്ങിന്റെ ഒരു ഇത്. ബാക്കി അത് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്യുന്ന കാശ് വെച്ചിട്ട് വേറെ പുറത്തേക്കൊക്കെ പോയി ഒരു ഹണിമൂണൊക്കെ ട്രിപ്പ് നമുക്ക് എന്തിനു വേണേലും യൂസ് ചെയ്യാം. ശരിയാ. പക്ഷേ ഇതെല്ലാം ഇത് മാക്സിമം ഈ പ്ലാൻ തെറ്റിച്ച് ഇതെല്ലാം മാറ്റിയത് ഞാനാണ്. എന്താന്ന് വെച്ചാൽ എന്റെ ഒരു കോൺസെപ്റ്റ് പണ്ട് തൊട്ടേ എന്റെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഫാമിലി ഉണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണ് കൂടുതൽ എനിക്ക്
ഉള്ളത്. അപ്പോൾ എനിക്ക് എല്ലാവരും കൂട്ടണം, എല്ലാവരുടെ അടുത്തും ഭയങ്കര വൈബ് ആവണം, അങ്ങനത്തെ രീതിയിലാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്ങും കുറച്ച് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ വെഡിങ് ഒന്ന് പ്ലാൻ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കളർഫുൾ ആവണം നമ്മുടെ വെഡിങ്. നോർമലി എനിക്ക് സത്യം പറഞ്ഞ ഈ മറ്റേ ഇത് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സാധനത്തിൽ എനിക്ക് കൂടുതൽ താല്പര്യം ഇല്ല. എന്താന്ന് വെച്ചാൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, അതിന്റെ അകത്തിരുന്ന് നമ്മൾ കല്യാണം കഴിക്കുക. എനിക്കിപ്പോ ഒരു ചായ കുടിക്കാൻ പോവാണെങ്കിൽ പോലും എനിക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഓപ്പൺ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു നല്ലൊരു വൈബ് പ്ലേസിൽ ഒരു കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത്. അപ്പൊ ആ കോൺസെപ്റ്റ് വന്നപ്പോൾ ഇവൾക്ക് കുറച്ച് ആൾക്കാർ മതി, ഇന്റിമേറ്റ് ആവണം എന്ന് പറഞ്ഞ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇന്റിമേറ്റ് കം ഡെസ്റ്റിനേഷൻ വെഡിങ് ആക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് പ്ലാൻ ചെയ്തു, അതിന്റെ കൂടെ ഒരു ഇന്റിമേറ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സിനെയും ഇവളുടെ ഫ്രണ്ട്സിനെയും ഇവളുടെ ഫാമിലി, എന്റെ ഫാമിലി, കുറച്ച് ആൾക്കാരെ മാത്രം വെച്ച്, ക്ലോസ് ഫ്രണ്ട്സ് മാത്രം. അതുകൊണ്ട് നമുക്ക് പലരെയും വിളിക്കാൻ പറ്റിയില്ല. അത് ഏറ്റവും വലിയ എനിക്ക് കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ പേരെ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. മേ ബി ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. എന്താന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൗണ്ടിൽ എനിക്ക് വിളിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആരെ ഒഴിവാക്കിയതല്ല. പക്ഷെ എന്തായാലും ഇവിടെ അടുത്തുള്ളവർ എന്തായാലും വരും എന്നറിയാം, ബാക്കിയുള്ളവര് ദൂരെ നിന്ന് വന്ന് കഷ്ടപ്പെടണ്ട. അപ്പോ അതുകൊണ്ട് മാത്രം ഞാൻ അവരെ വിളിക്കാത്തത്. ഇതെന്താ ട്രിപ്പിൾസ് നമ്മളെ അല്ലാതെ അവൻ വേറെന്തോ കഥ പറയും. അപ്പൊ നമ്മളെ ഫസ്റ്റ് പരിപാടി നമ്മളൊരു കറക്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ എത്തിയപ്പോ തന്നെ നമ്മളെ ഒരു ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യുന്നതാണ് നമ്മളെ ഫസ്റ്റ് പരിപാടി. അപ്പൊ ആദ്യം നമ്മള് ഓർത്തു ഇവിടെ എന്താ പറയുന്നത്, നമ്മളെ ഡെസ്റ്റിനേഷൻ മീൻസ് നമ്മൾ കുറെ സ്പേസ് അങ്ങോട്ട് കുറെ റിസർച്ച് ചെയ്തു. അപ്പൊ ആദ്യം നമ്മൾ ഏത് സ്ഥലത്ത് വെച്ച് നമ്മൾ ചെയ്യണോ, ഇവളുടെ എവിടെ നിന്നാണോ. എന്റെ ആണെങ്കിൽ എന്റെ വീട് ഇടുക്കിയാണ്, പക്ഷെ ഞാൻ എറണാകുളത്താണ്. ഇപ്പൊ ഇവള് കോഴിക്കോടാണ്. അപ്പൊ ഇങ്ങനെ 3 സ്ഥലത്തായിട്ട് എല്ലാം ഉള്ളത്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് ചെയ്യുമെന്നാണ് ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ. അപ്പൊ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിന്തിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഇടുക്കിയിൽ വെച്ച് എനിക്ക് നടത്തിയ ഞാൻ അങ്ങോട്ട് പോകണം, എന്റെ വേറെ കുറെ റിലേറ്റീവ്സ് അങ്ങോട്ട് വരണം, ഇവള് വരണം, ഫുള്ള് റഷ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ട്രാവലിംഗ് ആയിരിക്കും. ഇതേ സെയിം കോൺസെപ്റ്റ് എറണാകുളത്താണെങ്കിൽ ഇവളുടെ അങ്ങോട്ടും വരണം, എന്റെ അങ്ങോട്ടും വരണം. എന്റെ ഫാമിലീസ് ഇടുക്കിയിലുള്ള എന്റെ ഫാമിലീസ് ഇടുക്കിയിൽ വെച്ച് നടത്തുവാണെങ്കിൽ ഇവന്റെ ഫാമിലി ഇടുക്കിയിൽ മാത്രമല്ല, ഇവര് കുറച്ച് സംസ്ഥാനങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ പുറത്തുള്ള ആൾക്കാരൊക്കെ ഇടുക്കിയിലേക്ക് ട്രാവൽ ചെയ്യണം, അവർക്ക് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, അവര് നേരത്തെ വന്ന് അവിടെ നിൽക്കണം, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും, എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം അങ്ങോട്ടേക്ക് ഇടുക്കിയിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ ഒരുപാട് പേർക്ക് ട്രാവലിങ്ങും സ്റ്റേയും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിയപ്പോ കോഴിക്കോട് വെക്കുവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എല്ലാരും കോഴിക്കോട് തന്നെ ആയതുകൊണ്ട് അവർക്ക് ട്രാവലിംഗ് പ്രശ്നമില്ല. ഓക്കെ, ഇവന്റെ സൈഡിലുള്ള ആൾക്കാരെ മാത്രം നോക്കിയാൽ ഒരു സൈഡ് ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതായിരുന്നു കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് അങ്ങോട്ട് ഫിക്സ് ചെയ്തത്. അപ്പൊ പിന്നെ നമ്മൾ കോഴിക്കോട് കുറച്ച് നല്ല റിസോർട്ട്സ് ഒക്കെ നോക്കി തുടങ്ങി. അപ്പൊ ഏതെങ്കിലും നല്ലത് നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു റിസോർട്ട് വേണ്ടേ, നല്ല ഡെസ്റ്റിനേഷൻ, നല്ല കളർഫുൾ ആയിട്ട് ആക്കണ്ടേ. അപ്പൊ അതുപോലെ ഒരു സാധനം നമ്മൾ തപ്പി നടന്ന്, എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കിട്ടി ഒരു റിസോർട്ട്, നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അതിൽ കുറച്ച് ഇന്റിമേറ്റ് വെഡിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ കണ്ടപ്പോ ആ സ്പോട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സ്പോട്ട് ഇഷ്ടപ്പെട്ടപ്പോ തന്നെ അവരെ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. അവർ വന്ന് ഡയറക്റ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച തന്നെ തോന്നുന്നു എനിക്ക്, അടുത്ത ആഴ്ച തന്നെ നമ്മൾ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് ഫാമിലി ആയിട്ട് പോയിട്ട് നമുക്ക് സ്പോട്ട് വിസിറ്റ് ചെയ്തു. എനിക്ക് അത് പോകുന്ന വരെ ആ വഴി നമുക്ക് ഭയങ്കര ഒരു ചെറിയ റോഡായിരുന്നു. ആ റിസോർട്ടിലേക്ക് ചെറിയ റോഡായിരുന്നു. പക്ഷെ അപ്പൊ ഒരു ഓഫ് ഉണ്ടായിരുന്നു, ഇത് നല്ലതാവോ, ഇത് വെറുതെ ആയിപ്പോയെന്നൊക്കെ എനിക്ക് തോന്നലുണ്ടായിരുന്നു. ഒരു 1.5 കിലോമീറ്റർ അകത്തേക്ക് കയറാനുണ്ട് മെയിൻ റോഡിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കേറി ആ റിസോർട്ട് കണ്ടപ്പോ നമുക്ക് സ്പോട്ട് ഫിക്സ്ഡ് അല്ലേ. എങ്ങനെയായിരുന്നു വെച്ചാല് ഒരു റിവർ സൈഡ്, നല്ല വ്യൂ ഒക്കെ നല്ല തെങ്ങൊക്കെ ഉള്ള, പിന്നെ നല്ല ഗ്രീനറി, നല്ല സ്പേസ്, ഒരു ഹട്ട് ഉണ്ട്, പിന്നെ ഒരു നല്ലൊരു കൂൾ ആംബിയൻസ് ആണ്. നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ പോയി നിൽക്കാം, പൂള് എല്ലാം ഉണ്ട്. അതൊരു പ്രൈവറ്റ് സ്പേസ് ആണത്. അപ്പൊ ആ പ്രൈവറ്റ് സ്പേസ് ഫുള്ള് നമുക്ക് എടുക്കാം. പിന്നെ വേറെ ആരും അവിടെ വരില്ല. നമ്മുടെ ഫാമിലി, പിന്നെ നമ്മുടെ കല്യാണം, അത്രേ ഉള്ളൂ. നമ്മൾ തന്നെ അടിച്ചു പൊളിക്കുക.
സൗണ്ട് റെസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല അവിടെ. നല്ല നല്ല ആംബിയൻസ്, അടിപൊളിയായിട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് ചെയ്യാം. നല്ല ഇവന്റ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്പോട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ അത് ഫിക്സ് ചെയ്തു. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നല്ല പാർക്കിംഗ് സ്പേസ് എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ആ സ്പോട്ട് ഫിക്സ് ചെയ്തത്. അത് എറണാകുളം പോയിട്ടാണ് നമ്മൾ അത് ഫിക്സ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ നെക്സ്റ്റ് പ്ലാൻ. അതൊരു ജസ്റ്റ് ഒരു സ്പേസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ പരിപാടി ചെയ്യണമെങ്കിൽ ഔട്ട്ഡോർ സ്പേസ് ആണ്. അപ്പൊ അതില് സ്റ്റേജ് ഇല്ല, മറ്റേ എന്താ ചെയർ ഇല്ല, ഡെക്കോർ ഇല്ല, ഒന്നുമില്ല, ഓൺലി സ്പേസ്. അപ്പൊ നമുക്ക് അവിടെ സ്പേസ് മാത്രമാണ് കിട്ടിയത്. അപ്പൊ എന്തേലും ഒരു പരിപാടി സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് കുറെ സാധനങ്ങളെല്ലാം കൊണ്ടുവരണം, എന്നിട്ട് പരിപാടി എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിനുള്ള സമയമില്ലേ? യെസ്, നമുക്ക് വർക്ക് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് പറ്റൂല പിന്നെ നടക്കാനുള്ള, ബിക്കോസ് നമ്മള് എറണാകുളത്തുമാണ്, കോഴിക്കോട് നമുക്കത് ചെയ്യാനും അല്ലേ. അതെ, അപ്പൊ അതുകൊണ്ട് ആൾക്കാരും അവിടെ കുറവാണ്. ഇപ്പൊ എല്ലാരും ഫാമിലിയിലെല്ലാം വിളിച്ചു വരുത്തി പിന്നെയും ഒരു വലിയ പരിപാടി ആക്കണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ എന്താ പ്ലാൻ ചെയ്തത്, ഒരു ഇവന്റ് തന്നെ ഇവന്റുകാർക്ക് കൊടുക്കുക. അവിടെ കുറെ റിസോർട്ടിൽ ഓൾറെഡി നമുക്ക് കുറെ ഇവന്റ് അവർ ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ വെഡിങ് ഫംഗ്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇവന്റുകാരുണ്ടായിരുന്നു. അപ്പൊ ആ ഇവന്റുകാർക്ക് കൊടുക്കാന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമ്മള് ഒരു ഇവന്റുകാരെ ഫിക്സ് ചെയ്യാന്നാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി അല്ലേ. അപ്പൊ ഫൈനലി നമ്മൾ ഫൈനലി നല്ല അപ്പൊ നമുക്ക് കുറെ അവിടെ ചെയ്ത വർക്കെല്ലാം നമ്മൾ കുറെ കണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അവരെ നമ്മൾ വിളിച്ചില്ല അന്നെ. അവരെ അന്ന് വിളിച്ച് മീറ്റ് ചെയ്തു നമ്മള്. എന്നിട്ട് എന്താ പറയാ, നമുക്ക് പറ്റിയൊരു തീം അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മുടെ റിക്വയർമെന്റ്സ് എല്ലാം അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് അവരുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതെല്ലാം നമ്മൾ അന്ന് തന്നെ അവിടെ സ്പോട്ടിൽ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം കണ്ട് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാം തീരുമാനിച്ചു. എന്നിട്ട് അത് തന്നെ പ്ലാൻ ചെയ്യാന്ന് ഓർത്ത് അവരെ തന്നെ നമ്മൾ അന്ന് തന്നെ ഫിക്സ് ചെയ്തു അല്ലേ. എന്നിട്ട് അവര് ഒരു കൊട്ടേഷൻ ആക്കിയിട്ട് നമുക്ക് അത് അയച്ചു തരാന്ന് പറഞ്ഞു. അത് നമ്മള് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ആഡ് ഓൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. അങ്ങനെ കുറെ അതിൽ മോഡിഫിക്കേഷൻ ഇഷ്ടം പോലെ വന്നു അല്ലേ. പോയി മോഡിഫിക്കേഷൻ നമ്മള് വെഡിങ്ങിന്റെ ലാസ്റ്റ് 4-5 ഡേയ്സ് വരെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു റിക്വയർമെന്റ് വെച്ച് കേട്ടപ്പോ അവര് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട്, അത് കുറച്ച് കൂടുതലായിരുന്നു, ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ നമുക്ക് അതിനേക്കാളും ഒരു ചെറിയ എമൗണ്ടിൽ സെറ്റിൽ ചെയ്യണമെന്നായിരുന്നു. അവര് പറഞ്ഞ എമൗണ്ട് അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അതിനേക്കാളും ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ ബഡ്ജറ്റ് വെച്ച് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഈ ഡിസ്കഷൻസ് പോകുന്നതോറും അവര് ആദ്യം പറഞ്ഞതിനേക്കാളും എമൗണ്ട് ഭയങ്കര കൂടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ, ഒരു ലിമിറ്റ് വന്നപ്പോ നമ്മള് അത് കഴിഞ്ഞ് ഓർത്തു, ഈ കാശ് ഇനി ഇതിൽ കുറച്ചിട്ട് കാര്യമില്ല, ഇനി കുറയ്ക്കാനൊന്നും ഇല്ല, എന്തായാലും പോകുന്നു മനസ്സിലായി. അപ്പൊ നമ്മള് ബഡ്ജറ്റ് കുറച്ച് സാധനങ്ങള് നമുക്ക് ഒരു എന്താ പറയാ ഒരു സെറ്റപ്പ് നമുക്ക് വേണമെന്നുണ്ട്. അതില് നമുക്ക് കുറച്ച് ചെയ്യുമ്പോ നമുക്കത് ഇഷ്ടപ്പെടില്ല ചിലപ്പോ. അതുകൊണ്ട് ഒരു ലെവല് വന്നപ്പോ പിന്നെ നമ്മള് കാശിന്റെ കാര്യം നോക്കുന്നത് വിട്ടു. നമ്മൾ ആ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ വിട്ടിട്ട് ഇനി പോകുന്ന പോലെ പോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മള് ബാക്കിയുള്ളതെല്ലാം അവരുടെ നോക്കില്ല. ഓക്കെ, ആഡ് ചെയ്തു നല്ലത് വരുവാണെങ്കിൽ നല്ലത് വന്നോട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കല്യാണം കളറാക്കണമെന്നുണ്ട്. നല്ല ഹാപ്പി ആയിരിക്കണം, നല്ല വൈബ് ആയിരിക്കണം, നല്ലൊരു സ്പേസ് നല്ലായിരിക്കണം, കുറെ ഡെക്കറേഷൻസ് അങ്ങനത്തെ കാര്യം വെച്ചാൽ നമുക്ക് ഒരു ആ കല്യാണത്തിൽ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവണം. എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഒരു ഫീൽ ഉണ്ടാവണം എന്നായിരുന്നു. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ബഡ്ജറ്റ് നോക്കിയില്ല. അപ്പൊ അങ്ങനെ ഇവന്റ് നമുക്ക് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു, അവരെല്ലാം ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവന്റ് കഴിഞ്ഞില്ലേ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. മെയിൻ ടാസ്ക് ആണ് ഈ സ്പേസ് ഫിക്സ് ചെയ്യുക, ആ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യുന്നതും ആ ഇവന്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ആ സ്ഥലത്തിനുള്ള നമ്മള് ഒരു കല്യാണത്തിനുള്ള വൈബ് സെറ്റ് ആവും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മൾ കുറെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഫുഡ് അത്ര സുഖമില്ലാതെ കുറെ ആൾക്കാർ പറയും. അപ്പൊ ചിലപ്പോ നമ്മളും ഫുഡ് പോയി കഴിച്ചിട്ട് നമുക്ക് അതിലൊരു എന്താ പറയാ തൃപ്തി ഉണ്ടാവില്ല, ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടില്ല ചിലത്, അതുകൊണ്ട് നമ്മള് മൂഡ് പോകും. ഓക്കെ, ഈ ഫുഡിൽ ഏറ്റവും വലിയൊരു മെയിൻ ചേഞ്ച് നമ്മൾ വരുത്തിയത്, നമ്മളൊരു ഹിന്ദു മാരേജ് ആണ് നടത്തിയത്. അപ്പൊ ഈ ഫുഡില് നോർമലി ഹിന്ദു മാരേജിലൊക്കെ വരുന്ന സദ്യയാണ്. നമ്മൾ ഏറ്റവും വലിയൊരു ചേഞ്ച് ഇതിലാണ് പിടിച്ചത്. ഇലയിട്ട് സദ്യ വിളമ്പി വരുമ്പോ ഇതൊക്കെയാണ് നമ്മളൊരു ട്രഡീഷണൽ സെറ്റപ്പ്. പക്ഷെ അതൊരു വേറൊരു ഫീലാണ്. പക്ഷെ നമ്മള്
എന്താന്ന് വെച്ചാൽ ആ ഒരു സദ്യ മാത്രം കഴിച്ചിട്ട് പോകുമ്പോ ചിലപ്പോ ആ ഒരു ഫീല് മിസ്സാവില്ലേ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാ എനിക്ക് ഉച്ചക്ക് ഒരു നോൺ വെജ് ഇല്ലാണ്ട് ഫുഡ് ഇറങ്ങാത്ത ആളാ ഞാൻ. മോസ്റ്റ്ലി ഞാൻ 3 നേരം ഫുഡ് കഴിക്കണ്ട, 3 നേരം നോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാ. അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം, എനിക്ക് പറ്റാത്തൊരു സാധനം എന്റെ കല്യാണത്തിന് വരുന്നവർക്ക് കൊടുക്കണം എന്ന് എനിക്കില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ കൊടുക്കണം. ഇപ്പൊ എന്റെ കസിൻസ് ആയാലും എനിക്കറിയാം, അവരൊക്കെ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ. വെജ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും വയറെന്നറിയില്ല. അത് മലബാർ സൈഡ് അങ്ങനെയല്ലേ, നമുക്ക് അങ്ങനെയാ. അപ്പൊ എങ്ങനെയാ നമ്മള് വെജ് മാത്രം നമുക്ക് ഫീൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്റെ സൈഡ് കുറച്ച് നോൺ വെജും ഉണ്ട് വെജും ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ വന്നപ്പോ നമ്മൾ അത് ഒരു സദ്യയിൽ ഒതുക്കണ്ട ഓർത്തിട്ട് നമ്മളൊരു ബഫേ പോലെ സെറ്റ് ചെയ്യാന്ന് ഓർത്തു. ഒരു നല്ലൊരു ബഫേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തു. അതും നല്ലൊരു സ്ഥലത്ത് നിന്ന് തന്നെ നല്ലത് പ്ലാൻ ചെയ്യണം എന്ന് ഓർത്തിട്ട് നമ്മള് എവിടുന്ന ഫിക്സ് ചെയ്തത്? പാരഗൺ തന്നെ. അതെ, നമ്മള് കോഴിക്കോട് നല്ല ഫേമസ് ആയിട്ടുള്ള പാരഗൺ തന്നെ അവരടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ വേണമെന്ന് പറയാം. പാരഗൺ കാറ്ററിംഗ് തന്നെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെ ഫുഡ് എല്ലാം പ്ലാൻ ചെയ്ത് മെനു സെറ്റ് ചെയ്ത്, അതും വെജ് അല്ല, നമ്മൾ നോൺ വെജ് ആണ് വിത്ത് നോൺ വെജ്. വെജ് ഉണ്ട്, വെജുകാർക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം എല്ലാം ഉണ്ട്. നോൺ വെജ് ഉണ്ട്, അതിന്റെ കൂടെ സ്വീറ്റ്സ് എല്ലാം വെച്ചു, വെൽക്കം ഡ്രിങ്ക് എല്ലാം നമ്മള് ഒരു മെനു സെറ്റ് ചെയ്തു നമ്മളായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഹിന്ദു വെഡിങ്ങിന് കൂടുതൽ ഇങ്ങനത്തെ ഒരു മെനു ആരും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ട് എവിടെയും കഴിച്ചിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ അവരൊക്കെ 1-2 പ്രാവശ്യം പോയി എടുത്ത് നല്ലോണം ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, നല്ല ഹാപ്പി ആയിട്ട്. അപ്പൊ അത് നല്ല ഫീൽ. ഒരിക്കലും എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ നമ്മളെല്ലാരും പ്രോട്ടീൻ അങ്ങനത്തെ രീതിയിൽ പോകുന്നുണ്ട്. നല്ല ചിക്കനും എന്റെ കസിൻസും അവര് നല്ലോണം കഴിക്കുന്നു. അപ്പൊ അവര് നല്ല ഹെവി ആയിട്ട് എല്ലാവരും എടുത്ത് കഴിച്ചു, നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു. കഴിച്ചതില് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മള്. മനസ്സ് നിറയണമെന്നാണ്. അമ്മയ്ക്കൊക്കെ പാലട പായസം ഭയങ്കര ഇഷ്ടം. അപ്പൊ അമ്മയ്ക്ക് പായസമൊക്കെ കഴിച്ചപ്പോ അമ്മയ്ക്ക് ഭയങ്കര വൈബായി. അപ്പൊ ആ ഒരു ഫീല് ഫുഡില് നമുക്ക് കിട്ടി. അപ്പൊ അടിപൊളിയായിരുന്നു. നമ്മള് വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ മേ ബി ഫ്രണ്ട്സിനും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. വന്നവർക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അതാണ് ഫുഡിന്റെ കാര്യം. അപ്പൊ 3 കാര്യം നമ്മൾ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തത്. ഇതെല്ലാം കളറാക്കി. അതെ, എന്താ അടുത്ത കഥ പറയണ്ടേ? അടുത്ത കഥ പറയാം. അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ലഞ്ച് ബ്രേക്ക് എടുക്കാം. നമുക്ക് ലഞ്ച് ബ്രേക്കിന് സമയമായി. ഇനി നമ്മൾ തപ്പിപ്പോയാൽ എവിടെയും കിട്ടൂല, എന്തായാലും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. അപ്പൊ നമുക്കൊരു ഫുഡ് ബ്രേക്ക്, ഒരു ലഞ്ച് കഴിച്ചിട്ട് ബാക്കി സ്റ്റോറീസ് വന്നിട്ട് കാണാം. അപ്പൊ നമ്മൾ തിരിച്ചു വന്നു. ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് ഒരു ചെറിയ റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വന്നു അല്ലേ? അതെ. അപ്പൊ ബാക്കി കഥകൾ പറയാല്ലേ, ബാക്കി സ്റ്റോറീസ്. നമ്മള് എവിടെ നിർത്തിയത്? ഫുഡിന്റെ അവിടെ. ഓക്കെ, ഫുഡ് അപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഫുഡ് എല്ലാവരും ഹാപ്പി ആയി. അത് കഴിഞ്ഞിട്ടാണ്, അപ്പൊ ഫുഡിന്റെ എല്ലാം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്താ വരുന്നത്? കോസ്റ്റ്യൂം. അതെ, നമ്മള് കല്യാണത്തിന്റെ കോസ്റ്റ്യൂം എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത പ്ലാന്. അപ്പൊ അതിന് കൊറേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, കൊറേ അധികം എക്സ്പ്ലോർ ചെയ്തു, കൊറേ കണ്ട് എനിക്ക് സത്യം പറഞ്ഞ അതെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ നല്ല പണി കിട്ടി. നമുക്ക് അത് എന്താന്ന് വെച്ചാൽ പറയാം. ഫസ്റ്റ് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു കോസ്റ്റ്യൂം എനിക്കായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് വേണം ഇങ്ങനെ വേണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇവന്റെ മൈൻഡിലില്ലായിരുന്നു, പക്ഷെ എന്റെ മൈൻഡിലുണ്ട് ഇവനുള്ള കോസ്റ്റ്യൂം. അതെ, ഇവളുടെ മൈൻഡില് കോസ്റ്റ്യൂം ഫുള്ള് ഇവളാണ് പ്ലാൻ ചെയ്തത്. ഞാൻ അതിന്റെ കൂടെ നിന്ന് കൊടുക്കുക ചെയ്തത് അല്ലേ? അതെ. അപ്പോ എന്നാ ഇവളുടെ ഇഷ്ടം പോലെ തന്നെ പോട്ടെ എന്ന് ഓർത്ത്. ഓക്കെ, അപ്പൊ ഇവള് പറയുന്ന വെച്ചിട്ട് നമ്മള് പോയി. നമ്മള് കണ്ടിട്ടുണ്ടാവില്ലോ കോസ്റ്റ്യൂം. അപ്പോ ആ കോസ്റ്റ്യൂം നമുക്കെന്ന് വെച്ചാൽ നമ്മള് ഒരു ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവണം. ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമിലും പോകാൻ പാടില്ല. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സോ ഇങ്ങനെ സാരി എന്നൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോ നിനക്ക് ആ കാഞ്ചീപുരം അങ്ങനത്തെ കൂടുതൽ അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. സാരിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഞാനൊരു 2ാമത്തെ തവണ തോന്നുന്നു സാരി എടുക്കുന്നത്. അതെ, അതുകൊണ്ട് അപ്പൊ നമുക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ എന്തായാലും കുറച്ച് റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അത് വെച്ച് നമ്മൾ നോക്കുമ്പോ ഈ കാഞ്ചീപുരം സിൽക്സില് അങ്ങനെ ആ ഒരു പാറ്റേണിലൊന്നും നമ്മള് കൊടുത്ത റെഫറൻസിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളെ റെഫറൻസ് എക്സാക്ട് സാധനം ഇല്ലായിരുന്നു. പിന്നെ സാരിന്റെ കേസില് പിന്നെ നമ്മള് ആ ഒരു പാറ്റേൺ വെച്ച് വേറൊരു ടൈപ്പ് സാരി എടുത്തു. ആ സാരി എടുത്തു. അത് യൂഷ്വലി ആരും ട്രൈ ചെയ്യാത്ത ഒരു മോഡലായിരുന്നു. ഇൻ ദ സെൻസ്
നെറ്റ് സാരി ആരും യൂഷ്വലി കല്യാണത്തിന് യൂസ് എടുക്കാറില്ല. നമ്മള് ഹിന്ദുസ് ഹിന്ദു മാരേജിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതൊരു ഇതായിരുന്നു, അതൊരു നല്ലൊരു ചേഞ്ച് ആയിരുന്നു നമുക്ക്. അപ്പോ അത് കഴിഞ്ഞിട്ട് അത് മാച്ച് ചെയ്യുന്ന പോലെ എനിക്കൊരു കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് കോസ്റ്റ്യൂമിന് ഡിസൈൻ ഐ മീൻ എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. പക്ഷെ അതില് മെറ്റീരിയല് ഈ അകത്ത് വരുന്ന ഡിസൈൻസ് ഇല്ലേ, മോഡൽ എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. പക്ഷെ അതിന്റെ ഡിസൈനിങ് സൈഡ് നമുക്ക് കൂടുതൽ അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഫിക്സ് ചെയ്തു, ഒരു ഡിസൈനറെ ഫിക്സ് ചെയ്യാന്ന് ഓർത്ത് ഒരു ഡിസൈനറെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു ഡിസൈനറിനെ സെറ്റ് ചെയ്തു. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മള് സാരി എടുത്ത് അവിടെ നിന്ന് തന്നെ ഡിസൈനറെ സെറ്റ് ചെയ്തത്. മേ ബി നിങ്ങൾ പഴയ വ്ളോഗ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഡിസൈനറാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പൊ അത് പറഞ്ഞു തരുമ്പോ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ മാച്ച് ചെയ്യുന്ന പോലെയൊക്കെയാണ് അവര് പറഞ്ഞു തന്നത്. എല്ലാം സെറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി. മേ ബി ഒരു 4 മന്ത് 3 മന്ത്സ് മുമ്പ് തന്നെ നമ്മൾ 3 മന്ത്സ് ആണോ 1 2 3 4 മന്ത്സ് മുമ്പേ നമ്മള് ഐ മീൻ 3.5 മന്ത്സ് മുമ്പേ നമ്മള് ആ സാധനം ഫിക്സ് ചെയ്തിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അവർക്ക് എടുത്ത് കൊടുത്തു. ഇങ്ങനെയാണ് വേണ്ടെന്നൊക്കെ പറഞ്ഞു. അവര് പിന്നെ ജാനില് നമുക്ക് അവര് ജാൻ 30 എന്തോ അവര് തരാന്ന് പറഞ്ഞു. ജാൻ 20th ആണ് നമ്മളത് കിട്ടേണ്ട ഡേറ്റ് പറഞ്ഞത്. അപ്പൊ ഡേറ്റ് പറഞ്ഞു. അപ്പൊ അതുവരെ അവർക്ക് സമയം ഉണ്ടായിരുന്നു. സോ അവര് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവര് ഒരു 1.5 മാസത്തിന്റെ മുകളിൽ അവർക്ക് സമയം ഉണ്ടായിരുന്നു. യെസ്, ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് അവര് ഒരു ചെറിയൊരു ഫോളോ അപ്പ് പോലെയൊക്കെ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു ഫോളോ അപ്പ് ഒന്നും വന്നിട്ടില്ല. അവര് ഒന്നും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്താ ചെയ്യുന്ന ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഒരു ദിവസം വിളിച്ച് ചോദിക്കുക ചെയ്തത്, എന്താ ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ചോദിച്ചു. അപ്പൊ അവര് പെട്ടെന്ന് ഓക്കെ അത് നമ്മൾ ചെയ്യുന്നുണ്ട്, സമയമുണ്ടല്ലോ ചെയ്തേക്കാന്ന് പറഞ്ഞ രീതിക്കൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ പുറകെ അങ്ങനെ വിട്ടു. പിന്നെ ഇവളുടെ ഇത് അവര് ജസ്റ്റ് ഒരു ഷോളിനൊക്കെ വേണ്ടിട്ടല്ലേ, ഷോളോ ബ്ലൗസിന് വേണ്ടിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ അയച്ചു കൊടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതപ്പൊ അങ്ങനെ പോയി. അപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് അവരായെന്ന് പറഞ്ഞ് നമ്മളടുത്ത് പറഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ലേ. അപ്പൊ നമ്മളത് കിട്ടണമെന്ന് പറഞ്ഞ ഡേറ്റില് ഞാൻ പറ അവര് ഫസ്റ്റ് ട്രയലിന് നമ്മളെ വിളിച്ചു. നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന എന്താ, ഇപ്പൊ ഒരു തയ്യൽ കടയിൽ കൊടുത്താലും ചുമ്മാ ജസ്റ്റ് ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യാനോ എന്തേലും ഒരു ചെറിയ ഓൾട്രേഷൻ ഉണ്ടാവും അല്ലേ, അത് അന്ന് തന്നെ ചെയ്ത് കിട്ടും. നമ്മൾ പോയപ്പോ നമ്മൾ കൊടുത്ത സൈസേ അല്ല ചിലതൊന്നും, നമ്മള് വേറൊരാളുടെ സൈസിലൊക്കെ അവരുണ്ടാക്കി വെച്ചേക്കുവാ. നമ്മളത് ട്രയൽ ചെയ്ത് നോക്കിയപ്പോ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനമേ വന്നില്ല. അപ്പൊ നമുക്ക് മൈൻഡ് അങ്ങനെയേ ഓഫ് ആയി പോയി, ഭ്രാന്തായി. സത്യം പറഞ്ഞാൽ ഭ്രാന്തായി പോയി. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ വേറൊരു സാധനമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ വന്നപ്പോ ഇത് എന്തോ പോലെ ആ ഒരു ഐറ്റമേ അല്ല. ചില സാധനങ്ങളൊക്കെ ലൈക്ക് നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുത്തെന്നല്ലാണ്ട് അതില് കൂടുതൽ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ സെറ്റ് ചെയ്തത് അവരാണ്. അപ്പൊ നമ്മളെ ഐഡിയ നമുക്ക് ഇങ്ങനെ വരണമെന്നേ അറിയുള്ളൂ, അതെങ്ങനെ അങ്ങനെ ആക്കണം എന്ന് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അവര് വർക്ക് ചെയ്ത് വന്നപ്പോ അത് വേറൊരു ഐറ്റമായി മാറിയിട്ടുണ്ട് പലതും. അപ്പൊ നമുക്ക് ആകെ മൂഡൊക്കെ ഓഫ് ആയി പോയി. ഞാൻ ഇവള് ആണെങ്കിൽ അതിനേക്കാളും ഓഫാ, ഞാനും ഭയങ്കര ഓഫായി. രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഇവള്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തു, ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ല, ഇത് എന്തായാലും അതിൽ നീ റീവർക്ക് ചെയ്താലും നമുക്ക് എക്സ്പെക്ട് ചെയ്ത ഒരു സാധനം കിട്ടൂലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ നമ്മൾ ഓർത്തു ഇത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവരടുത്ത് അവര് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് വേണമെങ്കിൽ സൈസ് കറക്റ്റ് ഫിറ്റ് ചെയ്ത്. അപ്പൊ നമ്മുടെ ഇത് അവര് കോളമാക്കി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇനി അതിന്റെ പുറകെ ഇനി റീവർക്ക് ചെയ്തിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് എന്താ ചെയ്തത്, നമ്മള് ആ സെയിം എന്റെ ആണ് മാക്സിമം കോളാക്കിയത്, ഇവളുടെ ഷോള് മാത്രമാണ് കോളാക്കിയത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡിസൈനറൊക്കെ ആണെങ്കിൽ നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട്, നമ്മൾ ഇവരുടെ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല നെറ്റിലൊന്നും, നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യണ്ട. ഓക്കെ, ആ വീഡിയോ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് നല്ലത് അല്ലാണ്ട് കിട്ടിയൊരു സാധനം നല്ല റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, വേറൊരാൾ അവിടെ പോയി പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതെല്ലാം റിമൂവ് ചെയ്തു. അപ്പൊ നിങ്ങൾ നല്ല ഇതുപോലെ എന്തെങ്കിലും കല്യാണമൊക്കെ കഴിക്കാനുള്ളവര് ഡിസൈനിങ് അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല റിവ്യൂ ഉള്ള ആളെ നോക്കി സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോ
എന്തായാലും മാക്സിമം ഈ ട്രയലിന്റെ ഡേറ്റ് ഒക്കെ കറക്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ കറക്റ്റ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത് അത് നമുക്ക് കിട്ടേണ്ട ഡേറ്റ് ആണ്. അപ്പൊ അതിന് മുമ്പേ ട്രയലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ വന്ന് നമ്മളെ ടെൻഷൻ ആക്കിയിട്ട് കാര്യമില്ല. നമ്മള് എനിക്ക് തോന്നുന്നു ഒരു 1 month മുമ്പേ എങ്കിലും നിങ്ങളെ സ്വന്തം കോസ്റ്റ്യൂം കൈ കിട്ടുന്നത് പോലെ പ്ലാൻ ചെയ്യാം. എന്നാ അത് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ടേ ചെയ്യാത്ത ഇതുപോലെ എന്തെങ്കിലും മണ്ടത്തര ഒരു കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉറങ്ങെങ്കിലും ചെയ്യാം ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് സമാധാനമായിട്ട്. അപ്പൊ അങ്ങനെയാണ് കോസ്റ്റ്യൂമിന്റെ കാര്യം. അപ്പൊ ഇത് നമ്മളെ കോസ്റ്റ്യൂം. അപ്പൊ നമ്മളെ കോസ്റ്റ്യൂം ആണ് 4ാമത്തെ പ്ലാൻ. അപ്പൊ അത് ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റും പിന്നെ ഫോട്ടോഗ്രാഫി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓൾമോസ്റ്റ് ഞാൻ കുറെ റെഫർ ചെയ്തിട്ട് കുറെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഗ്രൂം മേക്കപ്പ് ഞാൻ സെറ്റ് ചെയ്ത്. ആൾ ഓക്കെയാണ്, ഓൾമോസ്റ്റ് എനിക്ക് നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളുടെയും അതേപോലെ എന്റേതും ഞാനൊന്ന് ചെറിയ രീതിക്ക് റിസർച്ച് ചെയ്തിട്ടാണ്, ഒരുപാടൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ചെറുതായിട്ട് നോക്കിയപ്പോ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് അവരുടെ പേജിൽ കുറച്ചെണ്ണം കണ്ടത് എനിക്ക് ഓക്കെ ആയിരുന്നു. ആ ഒരു ലെവലിൽ എനിക്ക് മേക്കപ്പ് മതിയായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് പെട്ടെന്ന് കിട്ടിയായിരുന്നു. നിന്റെ ഫോട്ടോസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. യെസ്, അതെല്ലാം ഓക്കെ ആയിരുന്നു. മേക്കപ്പ് ഒക്കെ നന്നായിട്ട് മേക്കപ്പിന് എനിക്ക് ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ലൊരാളെ കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടി. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫിയും നമുക്ക് നല്ല രീതിക്കാണ് ഫോട്ടോഗ്രാഫി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അതിൽ കൂടുതൽ നല്ല രീതിക്കാണ് നമുക്ക് കിട്ടിയത്. ഫോട്ടോസ് നല്ല കിട്ടിയത്. ഇപ്പൊ നമുക്ക് വെഡിങ്ങിന്റെ കിട്ടിയിട്ടില്ല. വെഡിങ്ങിന്റെ ഒരു 20-25 ഫോട്ടോസ് ഇപ്പൊ വെഡിങ്ങിന് കിട്ടിയത് നമ്മൾ 2-3 ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അത് ഫസ്റ്റ് ലുക്ക് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിന്റെ ബാക്കിയെല്ലാം കിട്ടാനുണ്ട്. നല്ല ഫോട്ടോസ് ഫോട്ടോസും വീഡിയോസും ഒക്കെ വെഡിങ്ങിന്റെ വരാനുണ്ട്. ബാക്കി സേവ് ദ ഡേറ്റും എല്ലാം അടിപൊളിയായിരുന്നു. സേവ് ദ ഡേറ്റ് ഒക്കെ നമ്മുടെ കൂടെ വന്ന പിള്ളേര് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവര് ഇപ്പൊ വൈറൽ കപ്പിൾസ് ആണ്. നമുക്ക് ഫോട്ടോഗ്രാഫി ഇത് സേവ് ദ ഡേറ്റ് എടുത്ത ആള് എന്താ വെച്ചാ അതിലെ മിലനാണ് നമ്മള് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട്. മിലനും വിഷ്ണു ഉണ്ടായിരുന്നു. വിഷ്ണു ആണ് നമുക്ക് ഷൂട്ട് ചെയ്തത്. ഷൂട്ടെല്ലാം അടിപൊളിയായിരുന്നു. അവര് ഭയങ്കര ഫണ്ണായിരുന്നു. അതെ, അവര് നല്ല ഫണ്ണായിരുന്നു. നമുക്ക് ആ ഒരു ഡേ നല്ല ഹാപ്പി ആക്കി അവര് വിട്ടത്. അപ്പൊ അതെ, അവന്റെ കല്യാണം നല്ല രസമായിരുന്നു. നമ്മൾ കണ്ടില്ലേ വീഡിയോ ഒക്കെ നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. വീഡിയോ അടിപൊളിയായിരുന്നു. നല്ല പവർ ആക്കിയിട്ടുണ്ട് പിള്ളേര്. അതുപോലെ തന്നെ അവരെ വർക്കും അടിപൊളിയായിരുന്നു. അപ്പൊ അതാണ്. അപ്പൊ ഫോട്ടോഗ്രാഫി അങ്ങനെ. പിന്നെ അജീഷാണ് നമ്മളെ ഫോട്ടോഗ്രാഫിയുടെ മെയിൻ ടീം. അജീഷാണ് ടൈംലെസ് പിക്ചേഴ്സ്. അവരെ നമ്മൾ പതിയെ കാണിച്ചു തരാം. നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇറങ്ങുമ്പോ കാണാം അതിന്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന്. വർക്ക് നല്ല രസമാണ്. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ നല്ല വൈബാണ്. നമ്മുടെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഓക്കെ, അപ്പോ അതാണ്. പിന്നെ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ വെഡിങ്. ഓൾമോസ്റ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ മെയിൻ പ്ലാനിലുണ്ടായിരുന്നത്. ബാക്കി എല്ലാം ചെറിയ പ്ലാൻസ് ആണ്. ഇപ്പൊ വീട്ടുകാർക്ക് ഡ്രസ്സ് എടുക്കുക, പിന്നെ ഗോൾഡ് എടുക്കുക ജസ്റ്റ് നമ്മുടെ ഗോൾഡ് അത്യാവശ്യം. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് എടുത്ത. പിന്നെ നമ്മളെ റിങ്ങിന്റെ റിങ്ങിന്റെ നമ്മൾ ഒന്ന് വെറൈറ്റി ആക്കാൻ നോക്കിയതാണ്. റിങ് എല്ലാരും ട്രഡീഷണൽ ആയിട്ട് ഗോൾഡ് എടുത്തിട്ട് ഇതുപോലെ പേരൊക്കെ എഴുതിയിട്ടുള്ള സാധനമായിരിക്കും മാക്സിമം ചെയ്തത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു വെറൈറ്റി ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളാണ് മാക്സിമം പ്ലാൻ ചെയ്തത്, ഞാനല്ല. അപ്പോ നമുക്ക് ഏതാ പ്ലാറ്റിനം ആക്കി. അത് എന്റെ പ്ലാറ്റിനം റിംഗ് ആണ്. ഇത് കാണുമെന്ന് അറിയില്ല. ഇതിന്റെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അത് ഡീറ്റെയിൽ അത് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറയാം, പ്ലാറ്റിനം റിംഗ് ആണ്. ഇതാണ് റിംഗ്, ഇവളുടെ റിംഗ് ഇതാണ്. ഇതിന്റെ അകത്താണ് നമ്മൾ പേര് എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് പേരൊന്നും ഇതിൽ കാണൂല. നമ്മൾ ഇതിന്റെ അകത്താണ് എഴുതിയേക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു വെഡിങ് റിംഗ് പോലെ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഒരു നമുക്ക് ഫീൽ ഉണ്ടാവും. ആൾക്കാർക്ക് കാണുമ്പോ ഒരു ട്രഡീഷണൽ വെഡിങ് റിംഗ് അല്ല ഇത്. അപ്പൊ അതാണ് ഇത് വേറൊരു ചേഞ്ച്. അപ്പൊ ഇതൊക്കെ നമ്മളെ കല്യാണത്തിന് മാറ്റം വരുത്തിയത് നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റിയത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് കല്യാണ വിശേഷങ്ങൾ അല്ലേ? യെസ്. അപ്പോ വേറെ ആരെങ്കിലും വെഡിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഡേറ്റ്സ് ഒക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കാൻ ഡേറ്റ്സ് ഒക്കെ ഒന്ന് മാക്സിമം നേരത്തെ ബുക്ക് ചെയ്യേണ്ടത് നേരത്തെ ബുക്ക് ചെയ്യുക, നേരത്തെ സെറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ്യൂംസ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്യുക. നമുക്കൊരു ഗ്യാപ്പ് ഉള്ള പോലെ ഇതൊക്കെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 2-3 ആഴ്ച നിങ്ങൾക്ക് ഉറക്കം ഇല്ലാണ്ട് പോകും.
നോക്കി ഒരു ചെയ്യാം, അഡ്വൈസ് ആക്കിയിട്ട് എടുത്തു. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് ഓവറോൾ നമ്മുടെ കല്യാണത്തിന്റെ നമ്മൾ പ്ലാൻ ചെയ്തത്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് എല്ലാം. അപ്പോ അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റോറീസ് കാണാം. കല്യാണം വരെ ഉള്ള സ്റ്റോറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്റ്റോറീസ് ഇനി അങ്ങോട്ടേക്ക് കാണാം. കല്യാണം കഴിഞ്ഞ പോലെ എന്ത് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? എനിക്ക് തോന്നുന്നില്ല. ഇവക്കൊന്നും ഒരു തോന്നലില്ല. കല്യാണം കഴിഞ്ഞ പോലെ ഓർക്കുന്നില്ല അവള്. എപ്പോഴും പോലെ വൈബാക്കി നടക്കുക. ഓക്കെ, നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും എല്ലാ ചേഞ്ചസ് വരണമെന്നില്ല. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ നിക്കുന്നതായിരിക്കില്ല നല്ലത്. അപ്പൊ ചേഞ്ചസ് ഫാമിലിയാന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ വലിയ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ എപ്പോഴും എങ്ങനെയാന്ന് അതേപോലെ നിക്കാം. അപ്പൊ അതാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് കമന്റ് ചെയ്യാ, അതൊക്കെ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ചെയ്തോ. സോ പറഞ്ഞുതരാം. നമ്മൾ ഓൾമോസ്റ്റ് കൊച്ചി റീച്ച് ചെയ്യാറായിട്ടുണ്ട്. നമ്മളിപ്പോ അങ്കമാലി, ആലുവ എത്താൻ പോകുന്നു. ആലുവ അല്ല, അങ്കമാലി എത്താൻ പോകുന്നു. സോ വെഡിങ് വീഡിയോസ് ഒക്കെ പതിയെ ഇറങ്ങുക. നിങ്ങള് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ചെക്ക് ചെയ്യുക വീഡിയോസും ഫോട്ടോസും ഒക്കെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പൊ അടുത്ത ഒരു നല്ല പവർ പാക്ക് വീഡിയോ ആയിട്ട്, വ്ളോഗുമായിട്ട് നമ്മൾ വരാം അല്ലേ? ഓക്കെ, അപ്പൊ ബൈ ഗൈസ്.